നമ്മള് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്തുവായിരുന്നു? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. സമവാക്യ ജോഡികൾ. ആ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന പാഠത്തിലെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. രണ്ടാം സെക്ഷന്റെ പേരെന്തുവായിരുന്നു? അതിലെ എക്സാമ്പിൾ 1 നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടതുവശത്ത് മാർജിനിലോട്ട് എഴുതുക ഇന്നത്തെ ക്ലാസിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ അപ്പവും ദയും എഴുതിക്കൊള്ളുക. 7th ക്ലാസ് ഇടതുവശത്തെ മാർജിനിലോട്ട് 7th ക്ലാസ് 30:04. നിങ്ങളുടെ രണ്ടുപേരുടെ ആരുടെയും മൈക്ക് ഓൺ ആണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മൈക്കും വീഡിയോയും ഓൺ ചെയ്യാം കേട്ടോ. 30/4/2026 തേഴ്സ്ഡേ പ്രസന്റ്. ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ സിത്താര ഒന്ന് വായിച്ചേ. എന്തെല്ലാം ചെയ്ത് നോക്കിയിട്ടും അയാൾ പലപ്പോഴും അയാളുടെ സ്വഭാവത്തെ പറ്റി അവൾ അയാളോട് ഒരു സെക്കൻഡ് അപ്പൊ സിത്താര വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം ഒന്ന് പറയാൻ പറ്റുമോ സിത്താരയ്ക്ക്? ആ 3 പെൻസിലിനും 4 പേനയ്ക്കും. അപ്പൊ 2 P ആകുമ്പോ കൺഫ്യൂഷൻ വരും ഇല്ലയോ? 3 പേനയ്ക്കും 4 പെൻസിലിനും. അങ്ങനെയാണോ? തിരിച്ചാ 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി എത്ര രൂപയാണ്? 66 രൂപയാണ്. ഓക്കെ. അടുത്തത് 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 72 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും എത്ര രൂപയാണ്? ഓൺലൈനിൽ പങ്കെടുക്കുന്ന 2 പേർക്ക് ചോദ്യം മനസ്സിലായോ? അപ്പോന് ചോദ്യം മനസ്സിലായോ? ഓക്കെ, തുടങ്ങാമല്ലോ. ശരി. അപ്പൊ ഇതിനകത്തില്ലേ 2 പേരുടെ വില നമുക്ക് അറിയത്തില്ല. നമ്മൾ എങ്ങനെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്? ഒരാളിന്റെ വില X ആയിട്ടും മറ്റൊരാളിന്റെ വില എന്തായിട്ട് കൊടുക്കുന്നു? അപ്പൊ എഴുതിയാട്ടെ. പ്രൈസ് ഓഫ് എ പെൻസിൽ. പ്രൈസ് ഓഫ് എ പെൻസിൽ. പ്രൈസ് ഓഫ് എ പെൻസിൽ. മലയാളത്തിൽ ഒരു പെൻസിലിന്റെ വില സമം X. അപ്പൊ അടുത്ത വരിയില് പ്രൈസ് ഓഫ് എ പെൻ. ഒരു പേനയുടെ വില സമം Y. രണ്ടൂടെ ചേർത്ത് സപ്പോസ്. ഇതിവിടെ ഒന്നെങ്കിലും അവിടെ എഴുതിയേക്കുന്ന കണ്ടീഷൻ കണ്ടോ? ആദ്യത്തെ ഇതാണ്. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി എത്ര രൂപ? അത് ഈ എക്സും വൈയും വെച്ച് എങ്ങനെ പറയും നിങ്ങൾ? പറഞ്ഞോ. 3XA പ്ലസ് 4Y ഈക്വൽ 66. ഇക്വേഷൻ നമ്പർ 1 എഴുതാന്. ഓൺലൈൻകാർക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? എവിടെ കിട്ടിയോ ഈ ഇക്വേഷൻ എങ്ങനെ വന്നേന്ന്? അപ്പോൾ ഇവിടെ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാട്ടെ. 6XA പ്ലസ് 3Y ഈക്വൽ 72. 72. ഇക്വേഷൻ നമ്പർ. ഓക്കെ. ഇതാണ് കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ക്ലാസ്സിൽ ചോദിച്ചായിരുന്നു. അതിനകത്തോ ഒന്നാമത്തെ എന്തോ
ചോദിച്ചത് ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ അതിന് പറയുന്ന പേരാണ് കോയഫിഷ്യന്റ്. എന്ത് പറയുന്നു? മലയാളത്തിൽ ഗുണോത്തരം എന്ന് പറയും. ഇവിടെ എക്സിന്റെ കൂടുള്ള നമ്പർ എത്ര? 3. രണ്ടാമത്തേതിൽ എക്സിന്റെ കൂടുള്ള നമ്പർ എത്ര? 6. അപ്പൊ അത് രണ്ടെണ്ണം ഒരുപോലാണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ എക്സാമ്പിൾ 1-ൽ ഒന്നാമത്തെ ഇക്വേഷനിൽ 2x, രണ്ടാമത്തെ ഇക്വേഷനിൽ 2x. അപ്പൊ നമ്മൾ കുറച്ചങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? എക്സിന്റെ കൂടുള്ള നമ്പർ ഒന്നാമത്തേതിൽ 3-ഉം രണ്ടാമത്തേതിൽ 6-ഉം ആണ്. ആരൊരുപോലല്ല? എക്സിന്റെ കൂടുള്ള നമ്പർ ഈ എക്സിന്റെ കൂടുള്ള നമ്പർ തന്നെ ഒരുപോലെ വരണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് y ഒന്ന് നോക്കാം. ഒന്നാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ 4, രണ്ടാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ അതും ഒരുപോലല്ല. അതൊരുപോലായിരുന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യായിരുന്നു? സബ്ട്രാക്ട് ചെയ്ത് കുറച്ചങ്ങ് ചെയ്യായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ കൂടുള്ള നമ്പരും ഒരുപോലല്ല, വൈയുടെ കൂടുള്ള നമ്പരും ഒരുപോലല്ല. ഇത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും ഒരാളിന്റെ കൂടുള്ള നമ്പർ ഒരുപോലായെങ്കിലേ പറ്റൂ. ഒന്നുകിൽ എക്സിന്റെ കൂടുള്ള നമ്പർ അല്ലെങ്കിൽ വൈയുടെ കൂടുള്ള നമ്പർ എങ്ങനെ വരണം? ഒരുപോലെ വരണം. ഐഡിയ എവിടെ കിട്ടിയോ? ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് കൂടി കിട്ടിയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? അപ്പൊ അതിന് ചെറിയ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ 3 വാറും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. എന്താണ്? 3ന്റെ ഇരട്ടിയാണ് 6. 3 2s are 6. ഞാൻ ആ ഐഡിയ വെച്ചുകൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ, അതിനാണ് ഈ 1 എഴുതി വട്ടം വരയ്ക്കുന്നത്, ഒന്നാമത്തെ സമവാക്യത്തിനെ എത്ര കൊണ്ട് ഗുണിക്കുന്നു, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട്. 2 എവിടുന്ന് കിട്ടി? 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ ആരാകും? 6 ആകും. അതുകൊണ്ടാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ ഒരാളെ മാത്രമായിട്ട് ഗുണിക്കാൻ പറ്റത്തില്ല. ഈ ഇക്വേഷനിൽ ഏതൊക്കെ നമ്പറുകൾ ഉണ്ടോ അതിനെ എല്ലാം എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. 3x into 2 6x plus 4y into 2 8y equal 66 into 2 66 ഗുണം 2 6 2 12-ന് 2 ശിഷ്ട 1 6 2 12 1 13 130. ഇത് ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷന്റെ എണ്ണം കൂടുന്നു എന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഇത് ഇക്വേഷൻ നമ്പർ 1 തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം ഇക്വേഷൻ നമ്പർ 1 നമ്മൾ പെണ്ണ് കാണാൻ ചെന്നപ്പോഴുള്ള പെങ്കൊച്ചാണ്. അവരുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ബ്യൂട്ടീഷ്യൻ വർക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പെങ്കൊച്ചാണ്. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് കല്യാണ മണ്ഡപത്തിൽ ഇറങ്ങി നിൽക്കുന്ന പെങ്കൊച്ചാണ്. നമ്മൾ പ്രത്യേകമായിട്ട് കാശൊക്കെ കൊടുത്ത് ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നു ബ്യൂട്ടീഷ്യന്റെ ഒരു എല്ലാ കഴിവും പ്രകടിപ്പിച്ചിട്ടുള്ള കൊച്ചാണ് ആരെന്ന് പറയുന്നത്? ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയും. അപ്പൊ 1 തന്നെയാണ് 3. എന്തിച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ, മേക്കപ്പ് ഒരിച്ചിരി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 1 തന്നെയാണ് ആര്? 3. ഉറപ്പിച്ചല്ലോ. ഇതിന്റെ ചോട്ടിലോട്ട് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. 6x plus 3y equal 72 ഇക്വേഷൻ നമ്പർ. ഇനി നിങ്ങൾ ഈ 2 ഇക്വേഷനും ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? രണ്ടിടത്തെയും എക്സിന്റെ കൂടെയുള്ള നമ്പർ ഒരുപോലെ. ആദ്യത്തേതിൽ 6x ഉണ്ട്, രണ്ടാമത്തേതിൽ 6x ഉണ്ട്. എങ്കിൽ നമ്മൾ കഴിഞ്ഞ കണക്കിനകത്തിൽ എന്തോരം ചെയ്തത്? എലിമിനേഷൻ മെത്തേഡ് അല്ലേ? ഇക്വേഷൻ നമ്പർ 3-ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. 6x-ൽ നിന്ന് 6x സബ്ട്രാക്ട് ചെയ്താൽ 0. 8y-ൽ നിന്ന് 3y കുറച്ചാൽ 5y ഈക്വൽ. ലിയയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നമ്മുടെ വരുന്നത് ലിയ എന്നാണോ അതോ എന്തായിരുന്നു പേര്? ദയക്ക് മനസ്സിലാവുന്നു. ഓക്കെ. 2-ൽ നിന്ന് 2 കുറച്ചാൽ 0.
3ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റത്തില്ല. കടമെടുക്കുമ്പോൾ ഇവിടെ 13, ഇവിടെ 0 ആകും. 13ൽ നിന്ന് 7 കുറച്ചാൽ തിരിച്ചാലോചിക്കണം. 7നോട് എത്ര കൂട്ടിയാൽ 13 കിട്ടും? അതുകൊള്ളു 6. 7 6. അപ്പോൾ y ഈക്വൽ 60 ഡിവൈഡഡ് ബൈ, അപ്പോൾ y ഈക്വൽ ആരെ കിട്ടി? y കിട്ടി. ആരെ കിട്ടി? അപ്പോ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായോ? എന്തുവായിരുന്നു ഡൗട്ട്? എക്സിന്റെ കൂടെയുള്ള നമ്പർ ഒരുപോലായില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഒരുപോലെ ആക്കും. ഓക്കെ. അപ്പൊ 6 വില കിട്ടി. 6 വില കിട്ടി. വൈയുടെ വില കിട്ടി. വൈ കിട്ടിയാൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? y ഈക്വൽ 12 ഇൻ ഇക്വേഷൻ നമ്പർ 1, 2 or 3. എല്ലായിടത്തും കൊടുക്കരുത്, ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊടുത്താൽ മതി. ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ 3 into 3xa plus 4 into വൈയുടെ വില 12 ഈക്വൽ 66. അപ്പോൾ 3xa plus 4 into 12 12 48 ഈസ് ഈക്വൽ ടു, അപ്പോൾ 3x is equal to 66. ഇത് അപ്പുറത്തോട്ടെ -48. അപ്പോൾ 3x is equal to 66ൽ നിന്ന് 48 കുറച്ചാൽ 6ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റത്തില്ല. കടമെടുത്താൽ ഇത് 16ഉം ഇത് 5ഉം ആകും. 16ൽ നിന്ന് 5 കുറച്ചാൽ 18. 8. ഇത് 5 ആണ്. 5ന് 4 കുറച്ചാൽ 1. 3x is equal to 18. അപ്പൊ അങ്ങനെയാണെങ്കിൽ x ഈക്വൽ 18 ഡിവൈഡഡ് ബൈ 3. x ഈക്വൽ എത്ര കിട്ടും? കിട്ടിയോ? ചോദിച്ചോ. അതെ, ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആക്കി മാറ്റിയത്. അടുത്ത ചോദ്യം. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനകത്തിൽ 3ഉം രണ്ടാമത്തെ ഇക്വേഷനകത്തിൽ 6ഉം എക്സിന്റെ കോയഫിഷ്യന്റ് ആയി വന്നതുകൊണ്ട് 3നെ 2 കൊണ്ട് ഗുണിച്ച് എന്താക്കി? അപ്പോൾ ചോദ്യം, എല്ലാ കണക്കിലും ഇങ്ങനെ നടക്കണമെന്നൊന്നും ഇല്ലല്ലോ, അത് സസ്പെൻസ്. അത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം വരുംകാല കണക്കുകൾ കിടപ്പുണ്ട്. ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ പഴയത് മാറുകയും പുതിയത് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഈ പാഠത്തിന്റെ അവസാനം എത്തുമ്പോ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും. അതിനാണ് നമ്മൾ പുസ്തകത്തിലെ മുഴുവൻ കണക്കും എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ എക്സ് ഒരുപോലാക്കിയല്ലേ ചെയ്തത്. ഇങ്ങനെ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. എനിക്ക് y ഒരുപോലാക്കി ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ 4ഉം ഇവിടെ 3ഉമാണ് ആണല്ലോ. 4നെ 3 ആക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ച് 3നെ 4 ആക്കാൻ പറ്റുമോ? ഇല്ല. 4ന്റെ ഗുണനപ്പട്ടികക്കകത്തിൽ 3 ഉണ്ടോ? തിരിച്ച് 3ന്റെ ഗുണനപ്പട്ടികക്കകത്തിൽ 4 ഉണ്ടോ? അപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് അറിയാവോ? ഈ ഒന്നാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിക്കും. ഒന്നാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് 3 എവിടുന്ന് കിട്ടി? ഈ രണ്ടാമത്തേനകത്ത് നിന്ന് കിട്ടി. അപ്പോ ഇവിടെ എത്ര വരും? 12y. ബാക്കി നമ്പറൊക്കെ പോയിക്കോട്ടെ. 12y. ഈ രണ്ടാമത്തെ ഇക്വേഷനെ എത്ര കൊണ്ട് ഗുണിക്കും? 4 കൊണ്ട് ഗുണിക്കും. അപ്പൊ ഇവിടെ എത്ര വരും? 12y. അപ്പൊ രണ്ടിടത്തും y ഒരുപോലെ ആയില്ല. ഇപ്പൊ ഐശ്വര്യ ഡൗട്ട് മാറിയോ? മൾട്ടിപ്പിൾ ആകണോ നിർബന്ധമൊന്നുമില്ല. ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി അങ്ങ് നടത്തിയാൽ മതി. ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുക, രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ആരൊരുപോലെ വരും? y ഒരുപോലെ വരും. എന്നിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഇപ്പൊ കാര്യം കിട്ടിയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് 2 പേർക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത്രയും ബോർഡിൽ നോക്കി എഴുതുക. നിങ്ങൾ 2 എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ.